തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കേ. കുറേ പേർക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹമുണ്ട്. ഇതേസമയം കുറേ പേർ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, ഇതെന്ത് ചോദ്യമാണച്ചാ? അല്ലേ, ഇതെന്ത് ചോദ്യം? കാരണം ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഈ വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആത്മീയമായി വളരണം എന്നുള്ള വലിയ ആഗ്രഹം ഉള്ളവരാണ്. പലവിധ കാരണങ്ങളാൽ മരവിപ്പിലും തീഷ്ണതക്കുറവും നമുക്കുണ്ട്. പക്ഷേ എങ്കിലും ആത്മീയമായി വളരണമെന്നൊക്കെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള വലിയ ഒരു ആഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ആത്മീയമായി വളരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതെപ്പോഴാണ് പറ്റണേന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയ ജീവിതം മറ്റെന്തോ ആണെന്ന് ആ സഹോദരി ധരിച്ചു വച്ചിരിക്കുകയാണ്. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഉത്തരവാദിത്തമെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായി കണക്കാക്കുന്നു. മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ റിട്ടയർമെൻ്റ് ആകാനായിട്ട് 1.5 വർഷം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മുഴുവൻ ആത്മീയ ജീവിതമാണ്. അപ്പോൾ ഇത്രയും നാളും എന്ത് ജീവിതമാണ്? ജഡിക ജീവിതമായിരിക്കാം, ലൗകിക ജീവിതമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള വചന ശുശ്രൂഷ സമയം ആത്മീയ ജീവിതത്തെ എങ്ങനെ അനുദിന ജീവിതത്തിൽ അഭിഷേകമുള്ളതാക്കാം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മീയ ജീവിതം അനുദിന ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടോ കുടുംബത്തിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ തുടങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്, ഇതിന് പറ്റിയ പ്രാർത്ഥനാ രീതി വല്ലതും ഉണ്ടോ? ഇതെങ്ങനെ സാധ്യമാവും? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ സന്തോഷത്തോടുകൂടെ ഇതിനുള്ളൊരു ഉത്തരം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒത്തിരിയേറെ പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ ഒട്ടുമുക്കാലും ദേവാലയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ചൊക്കെ ശക്തമായ പ്രഭാഷണ പരമ്പരകളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പല മേഖലകളെക്കുറിച്ച് ധ്യാനിക്കുന്നവരാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം ഈ സമയം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ജീവിതം വളരുന്നതാണ് ആത്മീയ ജീവിതം. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഹൃദയം തുറന്ന് പഠിക്കാനും അതനുസരിക്കാനും നമുക്ക് തീരുമാനമെടുക്കാം. ചില ആളുകളുണ്ട്, അവർ പറയും, ഈ പ്രാർത്ഥനാ രീതിയൊന്നും എനിക്ക് താല്പര്യമില്ല. ഇന്നാളൊരു ധ്യാനത്തിന് വന്നൊരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഈ ശൈലിയൊന്നും ഇഷ്ടമല്ല. ഈ കൈപൊക്കി പ്രാർത്ഥന, സ്തുതിച്ചു പ്രാർത്ഥന, കരഞ്ഞു പ്രാർത്ഥന, ഇതെന്തു പ്രാർത്ഥനയാണ്? ഇതൊന്നും എനിക്ക് ശീലമില്ല. ഞാൻ ചെറുപ്പകാലം മുതൽ കണ്ടു വളരുന്ന ചില ശൈലികളുണ്ട്, അത് വിട്ടൊരു പരിപാടിക്ക് ഞാനില്ല. ഒട്ടുമുക്കാൽ ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്താശൈലിയുണ്ട്. ഞാനിപ്പോൾ തുടരുന്ന ഈ പ്രാർത്ഥനാ ശൈലിയൊക്കെ മതി, ഈ മിനിമം സ്പിരിച്വാലിറ്റി കൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടെ കഴിഞ്ഞുകൊള്ളാം. ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഹൃദയം തുറന്ന് വ്യത്യസ്തമായ ശൈലികളെയും പ്രാർത്ഥനാ രൂപത്തെയും നമ്മൾ പഠിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കുന്നതും അനുഗ്രഹപ്രദമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ചില പ്രാർത്ഥനാ രീതികൾ പഠിക്കാൻ പോവുകയാണ്. പ്രധാനമായും പരിശുദ്ധ അമ്മ നമ്മളെ 7 തരത്തിലുള്ള പ്രാർത്ഥനാ ശൈലി പഠിപ്പിക്കാൻ പോവുകയാണ്. എത്ര തരത്തിൽ? 7 തരത്തിൽ.
വേണമെങ്കിൽ ഒരു നോട്ട് ബുക്കിലൊക്കെ ഈ പ്രാർത്ഥനാ ശൈലി എഴുതിയെടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഗുണം ചെയ്യും. 7 തരത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ശൈലി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധികം ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. വളരെ ചുരുക്കം കാര്യങ്ങളല്ലേ ഉള്ളൂ. ഈ ചുരുക്കം കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ശൈലിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനാ ശൈലി എഴുതിയെടുക്കുന്നവരൊക്കെ എഴുതിയെടുത്ത് പഠിച്ചുകൊള്ളൂ. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ഉണ്ടായിരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശൈലി ഒന്നാമത്തെ ഒരു പ്രാർത്ഥനാ രീതിയാണ്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ാം തിരുവചനം. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തുടർന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം വളരെ വ്യക്തമായി എഴുതപ്പെട്ടത് പലതവണ നമ്മൾ വായിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ സ്തുതിക്കുകയാണ്, സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്: എവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മ സ്തുതിച്ചത്? എപ്പോഴാണ്? എങ്ങനെയാണ്? പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് ചോദ്യപേപ്പറിൽ ഇങ്ങനെ വരത്തില്ലേ, സന്ദർഭവും സാരസ്യവും വ്യക്തമാക്കുക. അപ്പോൾ എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്? ഇത് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയുടെ ഈ സ്തുതി കീർത്തനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: എലിസബത്തിൻ്റെയും സഖറിയായുടെയും വീട്ടിൽ വെച്ചാണ്. എലിസബത്ത്, എന്താ എലിസബത്തിൻ്റെ അവസ്ഥ? എലിസബത്തിൻ്റെ അവസ്ഥ ഗർഭിണിയാണ്. ഒരു മര്യാദയ്ക്കുള്ള പ്രസവമല്ല, കാരണം പ്രായമേറിയെത്തിയ ഒരു സ്ത്രീയാണ്. വന്ധ്യെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ആ സ്ത്രീയിൽ പ്രവർത്തിക്കുകയാണ്. പ്രായമുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. പ്രസവത്തിൻ്റെ കഷ്ടതകൾ മുഴുവൻ ഗർഭാവസ്ഥയിൽ ഈ സ്ത്രീ എപ്രകാരമാണാവോ ആ കുഞ്ഞിനെയും കൊണ്ട് നടന്നത്, അല്ലേ? പ്രായമുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ ശേഷി കുറവ്, അപ്പോഴാണ് ഗർഭിണി, അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ പ്രായമുള്ള ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു. ആ വീട്ടിൽ പിന്നെ ആരാ ഉള്ളത്? ഭർത്താവായ സഖറിയ. അതൊന്നും പറയണ്ട, അതിൻ്റെ അവസ്ഥ എന്താ? പാവം, അത് മിണ്ടാൻ പറ്റാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള 2 പേരുടെ അവസ്ഥ അത്ര സുഖകരമൊന്നുമല്ല. ഒന്ന് കൂനിക്കൂടിയിരിക്കുന്ന, ഒന്ന് ഗർഭിണിയായിരിക്കുന്നു, മറ്റേത് മിണ്ടാനും മേലാത്ത അവസ്ഥ. ഈ വീട്ടിലേക്കാണ് ആര് കടന്നു ചെല്ലുന്നത്? പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നത്. ഈ പരിശുദ്ധ അമ്മ കടന്നു ചെന്നതിന് ശേഷം ആ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. പരിശുദ്ധ അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അല്ലേ? അതും അത്ര സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതാ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ ദുരിതപൂർണമായ ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലേക്കാണ് ആര് കടന്നു ചെല്ലുന്നത്? പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം കടന്നു ചെല്ലുന്നത്. ദുരിതത്തിൽ പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ദുരിതത്തിലും പീഡയിലും കഷ്ടപ്പാടിലും ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം, നന്ദി പറയണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ദുരിതവും പീഡയും കഷ്ടപ്പാടും വരുമ്പോൾ ദൈവത്തെ പിറുപിറുക്കും, അസ്വസ്ഥപ്പെടും, എല്ലാത്തിനെയും ശപിക്കും. എന്നാൽ മറ്റുള്ളവരെയും ദൈവത്തെയും നമ്മളെ തന്നെയും ശപിക്കാതെ ദൈവത്തെ സ്തുതിക്കുക, ഇതൊരു പ്രാർത്ഥനാ ശൈലിയാണ്. സാധിക്കുന്നവർ ഇന്നു മുതൽ ഈ ശൈലി പ്രാവർത്തികമാക്കാത്തവർ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഒരു ഭാര്യ ഭർത്താവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ധ്യാന മന്ദിരത്തിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഭാര്യയുടെ വലിയ സങ്കടമാണ് ഭർത്താവിനെക്കുറിച്ചുള്ളത്. കാരണം വിവാഹ ജീവിതത്തിൽ ഇവർ ഒട്ടും സന്തോഷവാന്മാരല്ല. ഭർത്താവിൻ്റെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം ഈ ഭാര്യയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. മദ്യപാനിയാണ്, കുടുംബം നോക്കുന്നില്ല, അനേക ദുഃഖങ്ങൾ ഈ സ്ത്രീ അനുഭവിക്കുന്നു.
ഈ സ്ത്രീയോട് എന്തുപദേശമാണ് പറയാനുള്ളത്? ഞാൻ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, കുറേ നാൾ ഞാൻ പെട്ടിയൊക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ പോയി നിന്നു, പക്ഷേ ഉത്തരമൊന്നും ആയില്ല, വീണ്ടും തിരിച്ചു വന്നു, ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, ആകപ്പാട് പ്രതിസന്ധിയാണ്, എന്ത് ചെയ്യും? അപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ഈ സ്തോത്രഗീതത്തിന് നിലപാട് മനസ്സിലോർത്തത്. ഞാൻ പറഞ്ഞു, സഹോദരി ഒരു കാര്യം ചെയ്യും, ഈ ഭർത്താവിനെ തന്നത് ആരാ? ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ഭർത്താവിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കുക. ഭർത്താവിൻ്റെ നന്മകളുണ്ട്. ഇപ്പോൾ പറഞ്ഞതെല്ലാം കുറവുകളാണ്, എന്നാൽ നന്മകളുണ്ട്. ആ ഭർത്താവിൻ്റെ നന്മകൾ ഓർത്ത് സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, ആദ്യമൊക്കെ അല്പം വിഷമമായിരുന്നെങ്കിലും സാവധാനം ഈ സ്ത്രീ ഈ കാര്യത്തിനൊരു തീരുമാനമെടുക്കുകയാണ്. ഭർത്താവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ജീവിത പങ്കാളി ഓർത്ത് ദൈവം തന്നല്ലോ എന്നോർത്ത് നന്ദി പറയാൻ തുടങ്ങി. സ്തുതിക്കാനും നന്ദി പറയാനും തുടങ്ങിയപ്പോൾ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഭർത്താവിനോടുള്ള വെറുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ഉള്ളിൽ നിന്നും മാറ്റപ്പെടുകയാണ്. ഭർത്താവിൻ്റെ കുറേ നന്മകൾ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഇത്രയും നാളും മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ തിന്മകളും കുറവുകളുമായിരുന്നു. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തിയുടെ കുറേ നന്മകൾ ഇങ്ങനെ ഒരു ചിത്രത്തിൽ എന്നതുപോലെ ഈ സഹോദരിക്ക് തെളിഞ്ഞു വരികയാണ്. ഭർത്താവിനോടുള്ള വെറുപ്പ് മാറി സ്നേഹിക്കാനുള്ള വലിയൊരു കൃപ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയൊരു കാര്യമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ആരെങ്കിലും മകനെ ഓർത്തുകൊണ്ടോ മകളെ ഓർത്തുകൊണ്ടോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഈ മകനെ തന്ന ദൈവത്തെ സ്തുതിക്കുക, ഈ മകളെ തന്ന ദൈവത്തെ സ്തുതിക്കുക. കാരണം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നീ അങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം അത്ഭുതകരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്തുതിയുടെ ഒരു പ്രാർത്ഥനാ ശൈലി, സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ആരുടെ അനുവാദമൊന്നും ചോദിക്കാൻ പോകണ്ട. അതിനുവേണ്ടി പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രത്തിലൊന്നും പോകാനും പറ്റിയില്ലെങ്കിലും വേണ്ട, നീ ആയിരിക്കുന്നിടത്ത് സമയമൊക്കെ എടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന, ഞാൻ കടന്നു പോകുന്ന ഈ രോഗത്തെ ഓർത്ത്, ദുരിതത്തെ ഓർത്ത്, മറ്റുള്ളവരെ ഓർത്ത്, പീഡകളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിക്കും തോറും വലിയ കൃപ നമ്മിൽ വന്ന് നിറയും. രണ്ടാമത്തെ ഒരു പ്രാർത്ഥനാ ശൈലി. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനാ ശൈലി ഏതാണ്? സ്തുതിയുടെ പ്രാർത്ഥനാ ശൈലി. രണ്ടാമത്തെ പ്രാർത്ഥനാ ശൈലി ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലി. ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലി അത് ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 51-ാം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. വചനം ഇങ്ങനെയാണ്: അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം എവിടെ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും എന്താ ഇതിന് മാത്രം പ്രത്യേകത എന്ന് ചിന്തിക്കാം. എന്നാൽ പ്രത്യേകതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം, ഏത് കാര്യം? ദേവാലയത്തിൽ വെച്ച് ഈ മകനെ കാണാതാവുന്നു. 12 വയസ്സുള്ള മകനെ 3 ദിവസം കണ്ടില്ല, പിന്നെ കണ്ടു കിട്ടി. അപ്പോൾ ചോദിച്ചതിനൊക്കെ മകൻ പറഞ്ഞ ഉത്തരവൊന്നും ഈ അപ്പനും അമ്മയ്ക്കും മനസ്സിലായുമില്ല. വചനം പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മളൊക്കെ അനുദിന ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ മനസ്സിലാകാത്തവരാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒട്ടുമുക്കാലും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇങ്ങനെ? ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഈ മനുഷ്യനെന്താ ഇങ്ങനെ പെരുമാറുന്നത്? അല്ലേ? നമുക്ക് പലതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എവിടെയാണ് സംഗ്രഹിക്കുന്നത്? നമ്മൾ സംഗ്രഹിക്കാറുണ്ട്. എവിടെയാ? നമ്മൾ സംഗ്രഹിക്കാറുള്ളത് നമ്മുടെ തലയ്ക്കകത്താണ്. തലയിൽ ഇതിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും, അല്ലേ? മറിയം എവിടെ സംഗ്രഹിച്ചു? മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, ഈ തലയും ഹൃദയവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരു സംശയമില്ല. തല എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന ഇടമാണ്, ബുദ്ധിയുടെ ഇരിപ്പിടമാണ്, റീസണാണ്. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. തലയ്ക്കകത്ത് ഈ കണക്ക് കൂട്ടലുകളാണ്. അപ്പം നമ്മൾ ഒരു കാര്യം,
ഇപ്പോൾ ജീവിത പങ്കാളിയോടോ മക്കളോടോ നമ്മുടെ ജീവിത അവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മൾ തലയ്ക്കകത്ത് സൂക്ഷിച്ചാൽ എന്താ കുഴപ്പം? തലയ്ക്കകത്തിരിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ഭാരപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ പറയുന്നത്, അന്ന് നീ പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊന്നും മറന്നിട്ടില്ല, എല്ലാം എൻ്റെ തലയ്ക്കകത്തുണ്ട്. എല്ലാ പ്രശ്നവും കഴിഞ്ഞാലും നമ്മൾ പറയും, അന്ന് ഇയാൾ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലയ്ക്കകത്ത് വെച്ച് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ എന്താ ഗുണമെന്നറിയോ? ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായതുകൊണ്ട് മറക്കാനും പൊറുക്കാനും സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഹൃദയത്തിൽ മറിയത്തെപ്പോലെ സംഗ്രഹിക്കണം. കുറേ കാര്യങ്ങൾ മറക്കാനും പൊറുക്കാനും സാധിക്കും. ഇല്ലെങ്കിൽ ഉറക്കം കിട്ടില്ല, അസ്വസ്ഥത കൂടും, സംശയങ്ങൾ കൂടും, ഭാരം കൂടും, പിറുപിറുപ്പാകും, ജീവിതം മുഴുവൻ നരകതുല്യമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇതാ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലി. പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നത് അതിൻ്റെ അർത്ഥമാണ്. മൂന്നാമത്തെ ഒരു പ്രാർത്ഥനാ ശൈലി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതേതാണെന്നറിയാവോ? മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലിയാണ്. നമുക്കറിയാവുന്ന സംഭവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതായത് മറിയത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രവചനമാണ്. അതായത് 2-ാം അധ്യായം 3-ാം തിരുവചനം, അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ. പരിശുദ്ധ അമ്മ ഒരു മീഡിയേറ്ററായിട്ട്, മധ്യസ്ഥയായിട്ട് നിൽക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയാണത്. പുത്രനോട് പറയുക, പുത്രാ, ദേ ഈ വിഷയത്തിൽ ഇടപെടണം, ഈ കുടുംബത്തിൽ ഇടപെടണം, ഈ വ്യക്തിയിൽ ഇടപെടണം. ഇതൊരു പ്രാർത്ഥനാ ശൈലിയാണ്. എന്ത് പ്രാർത്ഥനാ ശൈലി? മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലി. നമുക്ക് ശൈലി ഉണ്ടേതേതാ? നമ്മളെപ്പോഴും പറയും, എൻ്റെ ആരോഗ്യം, എൻ്റെ രോഗം, എൻ്റെ ഉദരം, എൻ്റെ ജീവിതം, എൻ്റെ പണം, എൻ്റെ വീട്, എൻ്റേത്. മറിയം പറയുന്നൊരു കാര്യം, മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൻ്റെ മെച്ചം എന്താ? ഡബിൾ ഗിഫ്റ്റാണ്. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന നമുക്കും അനുഗ്രഹം ലഭിക്കും. പഴയ നിയമത്തിലെ ജോബിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനത്തിൽ നമ്മൾ ജോബ് ബലിയർപ്പിക്കുന്നതാണ് കാണുന്നത്. ജോബ് തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജോബിൻ്റെ ചിന്ത എന്താ? ജോബ് നീതിമാനാണ്, വീട്ടിലുള്ളവർ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. എന്നാൽ പിന്നീട് കുറേ ദുരിതവും കഷ്ടപ്പാടും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയി അവസാനം ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും. എന്താണ്? ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുത്തു. അതിനോട് ചേർത്ത് വയ്ക്കുന്നു, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയാക്കി കൊടുത്തു. ഇരട്ടിയാക്കി. എപ്പോഴാണ്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രാർത്ഥനാ ശൈലി അത്യാവശ്യമാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം, എൻ്റെ വീട്, എൻ്റെ ആരോഗ്യം മാത്രം പോരാ, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി. ഒരു രോഗിയെ നമ്മൾ പരിചയപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ രോഗിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു ചുറ്റുവട്ടത്തുള്ളൊരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ദൈവം അതിശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലി നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ശൈലിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ നമ്മളിപ്പോൾ പരിശുദ്ധ അമ്മയുടെ 7 പ്രാർത്ഥനാ ശൈലിയിൽ 3 കണ്ടു. ഒന്നാമത്തേതായിരുന്നു സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശൈലി. രണ്ടാമത്തേത് എന്താണ്? ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശൈലി. മൂന്നാമത്തേത് മധ്യസ്ഥ പ്രാർത്ഥനാ ശൈലി. നാലാമതായിട്ട് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മറ്റൊരു പ്രാർത്ഥനാ ശൈലി കാണും. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു.
ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, സമർപ്പണം. അപ്പോൾ നാലാമത്തെ പ്രാർത്ഥനാ ശൈലി എന്താ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി. ദാസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാസി അഥവാ ദാസൻ യജമാനൻ എന്താണോ പറയുന്നത് അതനുസരിക്കുക, അത്രയേ ഉള്ളൂ. യജമാനൻ പറയുന്നത് അനുസരിക്കുക. പരിശുദ്ധ അമ്മ പറയുക, ദൈവമേ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ അനുസരിച്ചു കൊള്ളാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നൊരു പ്രാർത്ഥനാ ശൈലിയാണ് ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കുക. എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ആരോഗ്യമോ എൻ്റെ കഴിവല്ല, മറിച്ച് നീ എന്താണോ പറയുന്നത് അതനുസരിക്കും, അതനുസരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ശൈലി ശ്രദ്ധിക്കണം, പഠിക്കണം. ആത്മീയമായി വളരാൻ നമ്മളെ ബലം നൽകും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നൊരു പ്രാർത്ഥനാ ശൈലി ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 46 മുതൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ നേരത്തെ കണ്ടല്ലോ, സ്തോത്രഗീതം. അതായത് അടുത്തതായിട്ടുള്ളൊരു പ്രാർത്ഥനാ ശൈലി പാടി പ്രാർത്ഥിക്കുക. എങ്ങനെയാണ്? പാടി പ്രാർത്ഥിക്കുക. അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, അയ്യോ അച്ഛാ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ലല്ലോ. പാട്ട് പാടാനൊന്നും അറിയണ്ട. ദൈവം തന്നിരിക്കുന്ന ഈ നാവ് സ്വരം ഉപയോഗിച്ച് ദൈവത്തെ, അതായത് ഗീതങ്ങൾ ആലപിക്കുക, പാട്ടുകൾ പാടുക. അതിന് സ്വരമാധുര്യമൊന്നും വിഷയമല്ല. പരിശുദ്ധ അമ്മയുടെ സ്തോത്ര ഗീതം, ഗീതമാണ്, ഗീതം. ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെ? പാട്ടുപാടി സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ പോലെ നമുക്ക് പാടാനൊന്നും വലിയ കഴിവില്ലെങ്കിലും ഉള്ള സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി ഉണ്ടായിരുന്നു. ഏതാണെന്നറിയോ? ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഓർക്കുന്നുണ്ട്. അതായത് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിന്ന് വലിയ മാതാവിൻ്റെ പാട്ടൊക്കെ ഉച്ചത്തിൽ പാടും. ആ പ്രദേശം മുഴുവൻ കേൾക്കത്തക്ക തരത്തിൽ പാടും. ഞങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പാട്ട് മത്സരം തന്നെയാണ്. എങ്ങനെയാണ്? പരിശുദ്ധ അമ്മയുടെ പ്രകീർത്തനം. എല്ലാ വീട്ടിലും ഓരോ യേശുദാസും ചിത്രയൊക്കെ ഉണ്ടാവുകയാണ്. അവരിങ്ങനെ പാട്ട് പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നാണോ മാനോ ഒന്നും ഇല്ലായിരുന്നു. ദൈവത്തെ കുടുംബത്തിൽ സ്തുതിക്കുന്നൊരു ശൈലി പല വീട്ടിലും അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ടല്ലേ. പല വീട്ടിലും ഇപ്പം എന്താ, പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടിക്കോ, ബാക്കിയുള്ളവർ മുഴുവൻ കേൾക്കും. അങ്ങനെയല്ല. ഉള്ളവരെല്ലാവരും സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്ന, പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്ന പ്രാർത്ഥനാ ശൈലിയാണ് അല്ലേ. പറ്റുമെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിന്നും അറിയാവുന്ന പോലെ ചില പാട്ടുപുസ്തകമൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി അത്ഭുതങ്ങൾ ഉളവാക്കും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നൊരു പ്രാർത്ഥനാ ശൈലി കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വചനം. അത് വായിക്കുമ്പോൾ അറിയാം എന്താണ്. അതാ 120ഓളം പേര് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ 10 ദിവസങ്ങൾ പന്തക്കുസ്തയ്ക്ക് വേണ്ടി കാത്തിരുന്ന് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. കൂട്ടായ്മ. നമ്മുടെയൊക്കെ ഇടവകയിലൊക്കെ ചില പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ടാവും. ചിലർ പറയും അത് കരിസ്മാറ്റിക് പ്രാർത്ഥനാ ശൈലി, അതെനിക്കുള്ളതല്ല. അത് ഹല്ലേലിയ പറയുന്നവർ, എനിക്കുള്ളതല്ല. അങ്ങനെയല്ല. നമുക്കൊക്കെ എല്ലാവർക്കും കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി അത്യാവശ്യമാണ്. കുടുംബ കൂട്ടായ്മയിലാവാം. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ ശൈലി ഇല്ലെങ്കിൽ ഒന്ന് വളർത്തിയെടുക്കുക. ഉള്ളവർ ഒരുമിച്ച് കൂടി അവിടെ എവിടെയെങ്കിലും, അതിന് പ്രത്യേകിച്ച് വലിയ അനുവാദത്തിൻ്റെ കാര്യത്തൊന്നുമില്ല, മറിച്ച് 1-2 വീടുകൾ ഒരുമിച്ച് കൂടി അവിടെ ഒരു കൊന്തയെല്ല് വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ ശൈലി, അത് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ ശൈലിയാണ്. കൂട്ടായ്മയിലെ പ്രാർത്ഥനാ ശൈലി. പ്രിയപ്പെട്ടവരെ, 7-ാമത്തെ പ്രാർത്ഥനാ ശൈലി അത് ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 42-ാം തിരുവചനം. എന്താണ്? പരിശുദ്ധ അമ്മ, ഔസേപ്പിതാവ്, ഉണ്ണീശോ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം. അതൊരു പ്രാർത്ഥനാ ശൈലിയുടെ ഭാഗമാണ്. ഈ കൊറോണയ്ക്കൊക്കെ ശേഷം ഉണ്ടല്ലോ, കൊറോണ മുഴുവൻ മാറിയിട്ടില്ല എങ്കിലും അനേകം പേരുടെ പ്രാർത്ഥനാ ശൈലിയിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്. ചിലരിപ്പോഴും ഓൺലൈനിൽ തൃപ്തരാ. ഓൺലൈൻ മതി, ഇത് മതി അല്ലേ, പള്ളിയിൽ പോകണ്ട,
എന്നുള്ളൊരു ചിന്ത. ഷോപ്പിംഗ് മാളിൽ പോകാം, സകലമാന കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകാം, പള്ളിയിൽ പോവില്ല. എന്നിട്ട് ഓൺലൈൻ മതി എന്ന് പറയുക. പ്രത്യേകിച്ച് യങ് ജനറേഷനിൽപ്പെട്ട ചിലർക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് പോരാ. വിശുദ്ധ കുർബാനയിൽ കൂട്ടായ്മയിൽ ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ ഓൺലൈൻ കുർബാനയോട് കൂടെ ഓൺലൈനിൽ വിശുദ്ധ കുർബാനയും കൂടെ ലഭ്യമാക്കുന്ന പരിപാടി എന്തെങ്കിലും ചെയ്യാവോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഭക്ഷണമൊക്കെ വീട്ടിൽ കിട്ടണമെങ്കിൽ ഓൺലൈൻ ആപ്പുകളുണ്ട്. ഉദാഹരണത്തിന് സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന ചില ആപ്പുകളുണ്ട്. എന്നതുപോലെ തന്നെ ഓരോ പള്ളിക്കും ഒരു ആപ്പ് ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുമായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ വീട്ടിൽ വന്ന് വിശുദ്ധ കുർബാന നൽകട്ടെ. കാലം പോയിക്കൊണ്ടിരിക്കുന്ന രീതിയെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചില ശൈലികളൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തും അനേകർ ചിന്തിക്കുന്നത്. വിശുദ്ധ കുർബാന അങ്ങനെ ഓൺലൈനിൽ കൊടുക്കുന്നതാണോ? ഇതാ വചനം പഠിപ്പിക്കുന്നു, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ശൈലി. അപ്പോൾ 7 പ്രാർത്ഥനാ ശൈലിയാണ് ഈ സമയം നമ്മൾ പങ്കുവച്ചത്. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയിൽ നമുക്കിത് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയുടെ ഓരോ ചുവടുവയ്പ്പും ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ശൈലിയായിരുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ കെട്ടുറപ്പതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ശൈലികൾ സ്വീകരിക്കാം, ആത്മീയമായി വളരാം. ദൈവം സമർത്ഥമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.